ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കുമ്പോൾ സീരിയസ് ഒരു ഇഷ്യൂ ആണ് നമ്മുടെ സാംസങ്ങിൻ്റെ S23 സീരീസുകൾക്ക് ഭയങ്കര എന്താ പറയുക, ഈ ലാർജ് ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ നമ്മുടെ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഡെയിലി ഇഷ്ടമുള്ള ആൾക്കാരെ നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈൻ വന്നു. S23 സീരീസുകൾക്കാണ് ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 മാസമായിട്ട് ഇപ്പോൾ കുറേ പേർക്ക് ഇതുപോലെ ഇഷ്യൂ ആവുന്നുണ്ട്. പ്രത്യേകിച്ച് 1 കൊല്ലം 2 മാസം കഴിഞ്ഞ ഡിവൈസുകൾക്കാണ് മെയിനായിട്ട് ഈ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത്. അതായത് ഒരു 1.5 കൊല്ലം അല്ലെങ്കിൽ 1.6 1 കൊല്ലം 6 മാസമായിട്ടുള്ള ഡിവൈസ്, 1 കൊല്ലം 4 മാസമായിട്ടുള്ള ഡിവൈസ്. അപ്പോൾ 1.2ൻ്റെ അബോവ് വരുന്ന ഡിവൈസുകൾക്കാണ് ഇപ്പോൾ മെയിനായിട്ട് ഇതുപോലെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു സീരിയസ് ആയിട്ടുള്ളൊരു മെയിൻ കണ്ടീഷൻ തന്നെയാണ്. എന്ന് വെച്ചാൽ 1 കൊല്ലം കൊണ്ട് നമ്മൾ ഫോൺ മാറ്റാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അതിന് വാറണ്ടി കിട്ടില്ല. അവർ നമ്മുടെ S23 സീരീസുകൾക്ക് ഇത് നമ്മൾ ഡയറക്റ്റ് കസ്റ്റമർ കെയറിലേക്ക് അല്ലെങ്കിൽ സർവീസ് സെൻ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പറയാം ഡിസ്പ്ലേ മാറ്റിവെക്കാനാണ് പറയാം. 23-22 രൂപയ്ക്കാണ് നമ്മുടെ അൾട്രയ്ക്കൊക്കെ വില വരുന്നത്. ഒരു 20ൻ്റെ താഴെയൊക്കെയാണ് നമ്മുടെ നോർമൽ S23 സീരീസുകൾക്ക് വില വരുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് എന്ന് മാത്രമല്ല, ഒരു സാംസങ് എന്ന ബ്രാൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൺ ഓഫ് ദി വേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വേസ്റ്റ് പറയുമ്പോൾ ഞാൻ കുറേ സാംസങ്ങിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ടൈപ്പ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കുറച്ച് കാലം മുമ്പ് എല്ലാ ബ്രാൻഡുകൾക്കും ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ ഈ ഇഷ്യൂ വേറെ ബ്രാൻഡുകളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ സാംസങ്ങിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതുപോലെ ഒരു ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, ഇവർ കൽപ്പിച്ചു കൂട്ടിയ ആൾക്കാരെ പുതിയവരുടെ മോഡൽസ് ചിലവാക്കാനുള്ള ഒരു ഉടായ്പ പരിപാടിയാണെന്ന് എനിക്ക് ശരിക്കും ഭയങ്കര സംശയമുണ്ട്. എന്താ വെച്ചാൽ ഇത്രയും കാലമായിട്ട് അവർക്കൊരു AMOLED ഒരു സീരിയസ് ഫ്ലോ ഫിക്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോരാത്തിന് AMOLED ഡിസ്പ്ലേ അവരുടെയാണ്, സാംസങ്ങിൻ്റെയും LGയുടെ കയ്യിലാണ് ഇതിൻ്റെ പാറ്റന്റ് ഇരിക്കുന്നത്. എന്നിട്ട് അവർക്ക് അത് ശരിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. എന്താ വെച്ചാൽ ഇപ്പോൾ വേറെ ഡിവൈസ് ഇപ്പോൾ OnePlus ആയിക്കോട്ടെ, ഇപ്പോൾ OnePlusൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ 13 സീരീസുകൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, അവർ ലൈഫ് ടൈം ഫ്രീ വാറണ്ടി കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൽ നമുക്കൊരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്, ഇത് ഇതുപോലെ ഇഷ്യൂ വരാണ്ടിരിക്കാൻ. അപ്പോൾ ഇവരൊക്കെ അതിന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാംസങ്ങിനും ആപ്പിളിനും ഇതൊന്നും പറ്റാത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. അത് ഇവരെ ആൾക്കാരെ കൽപ്പിച്ച് കൂട്ടി ലൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതെന്ന് തോന്നുന്നത്. വെച്ചാൽ അതേപോലത്തെ ഒരു സ്വഭാവം അവർ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിലാണ് ഇത് മെയിനായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയാൻ കാരണം ഇത് വിട്ടുകൊടുക്കരുത്. അതാണ് ഏറ്റവും പറയേണ്ട സംഭവം. എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ കൊടുത്താണ് ഇതുപോലെ ഈ കമ്പനികളും പൊളിറ്റീഷ്യന്മാരും എല്ലാവരും ഇങ്ങനെ നമ്മളടിച്ച് ചപ്പാത്തി ആക്കിയിട്ട് തിന്നുകൊണ്ടിരിക്കുന്നത്, ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് വിട്ടുകൊടുക്കാണ്ടിരിക്കുക. നിങ്ങളുടെ ഫോണിന് ഇതുപോലെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒന്നെങ്കിൽ ഇതൊരു മെയിനായിട്ട് ഒരു ഇപ്പോൾ അത്യാവശ്യം കുറേയൊക്കെ ഡിവൈസുകൾക്ക് ഇപ്പോൾ സാംസങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ലെങ്തി പ്രൊസീജിയറാണ്. നിങ്ങൾ ആദ്യം ഇവരെ സോഷ്യൽ മീഡിയ ത്രൂ കോൺടാക്ട് ചെയ്യണം സാംസങ്ങിന് ഡയറക്റ്റ്. അതായത് ഇപ്പോൾ ട്വിറ്റർ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ട്വിറ്ററിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അവർ നിങ്ങളുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കോൾസ് വരും, കുറേ കോൾസ് വരും കേട്ടോ. അവർ കുറച്ച് അത്യാവശ്യം 2-3 ദിവസം കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ലാസ്റ്റ് അവരിത് പിന്നെ ഫോണുകൾക്ക് എന്താ പറയുക, ഡാമേജും കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അതുപോലെ തന്നെ ഇൻവോയ്സ് ആവശ്യമാണ്. ഒറിജിനൽ ഇൻവോയ്സ് നീഡാണ്. ഇൻവോയ്സ് ഇല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൽപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയൊരു പ്രോബ്ലം അല്ല. പക്ഷെ എന്നിട്ടും നമ്മൾ ഇതുപോലെ ഒരു ലോങ് പ്രൊസീജിയറിലൊക്കെ നമ്മൾ കടന്നു പോയിട്ടും അതും ഉറപ്പൊന്നുമില്ല. ഒരു 90% ആൾക്കാർക്കും ഇപ്പോൾ പക്ഷേ ഇതേപോലെ പ്രൊസീജിയറിൽ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് അവർ മാറ്റി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫോൺ സറണ്ടറൊക്കെ ചെയ്യണം. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ട്വിറ്ററിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ അവർ ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് കോൾസ് വരും. ഒരു 2-3-4 ദിവസത്തേക്ക് ഇതുപോലെ കോൾസ് വന്നുകൊണ്ടിരിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. നിങ്ങൾ ഈ സംഭവം ഫുള്ള് എന്താ പറയുക, ഇത് കൊടുക്കണം. പിന്നെ അവർ പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, നിയർ ബൈ കസ്റ്റമർ കെയർ സെൻറ്റർ പോയിട്ട് അത് സറണ്ടർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോബ് കാർഡ് നമ്പർ തരും. അപ്പോൾ ആ ജോബ് കാർഡ് നമ്പർ ആദ്യം ഇവർക്ക് പിന്നെ കൊടുക്കണം. പിന്നെ നിങ്ങൾ അതുവരെ എസ്കലേറ്റ് ചെയ്യും. അതിന് ശേഷം നിങ്ങൾക്ക് അവർ വിളിച്ച് പറയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാറ്റി തരാമെന്ന്. നോർമലി ഇപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. എന്നിട്ട് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. പക്ഷേ ഇതൊരു ലോങ് ടേം പ്രൊസീജിയറാണ്. ഫോൺ സറണ്ടർ ചെയ്യണം. പ്രൈമറി ഫോണൊക്കെ ആണെങ്കിൽ നിങ്ങൾ തെണ്ടും. അത് മാത്രമല്ല കുറച്ച് പ്രൈവസി ഇഷ്യൂസ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിൻ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിലായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ഇത് നിങ്ങൾ ലീഗലി മൂവ് ചെയ്യുക, കൺസ്യൂമർ കോർട്ടിൽ ഫയൽ ചെയ്യുക, കേസ് ഫയൽ ചെയ്യുക. ഓൺലൈൻ ചെയ്യാൻ നിൽക്കണ്ട, ഓഫ്ലൈൻ തന്നെ ചെയ്യുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ത്രൂ തന്നെ ചെയ്യുക. എന്ന് വെച്ചാൽ എന്നാലും കുറച്ചും കൂടി പെട്ടെന്ന് നടക്കുള്ളൂ. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ തന്നെ ഇത് അത്യാവശ്യം ലേറ്റ് ആവും ഓൺലൈനൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ. അപ്പോൾ വിട്ടുകൊടുക്കാണ്ട് ഇത് ഇഷ്യൂ വരുന്ന 99% മാക്സിമം 100% ആൾക്കാരും ഇത് ലീഗലി കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിനൊരു ഇതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ സാംസങ്ങിനെ ഫുൾ ബോയ്ക്കോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അതൊരു എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് നിങ്ങൾ ലാസ്റ്റ് എല്ലാ ബ്രാൻഡിനും കൊട്ടേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി. അപ്പോൾ ഇത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നമ്മളിത് ആദ്യം ഫസ്റ്റ് മെത്തേഡായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് പിന്നെ നോക്കി നോക്കുക. അങ്ങനെ മാറ്റി തരാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റി കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾ ലീഗലി മൂവ് ചെയ്യാൻ മറക്കരുത്. എന്ന് വെച്ചാൽ അതൊരു
സീരിയസ് പ്രോബ്ലം ആണ്. ഇത് നമ്മൾ ഇതിനെ ടാക്കിൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇത് ഇനി S20 S50 ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആയിരിക്കും സ്ഥിതി. ഇപ്പോൾ സാംസങ്ങിൻ്റെ മാത്രമല്ല ഐഫോൺ ആയാലും ഇതുപോലെ തന്നെയാണ്. കഷ്ടം എന്ന് പറഞ്ഞാൽ കഷ്ടമാണ് സർവീസ്. പണ്ടത്തെ പോലത്തെ സർവീസ് ഒന്നും ഇപ്പോൾ ഐഫോണിനൊന്നും ഇല്ല. ഒന്നാമത് നമുക്ക് അറിയായിരിക്കും ഐഫോണിന് അവരുടെ ഓതറൈസ് സർവീസ് സെൻറ്ററോ ഓതറൈസ്ഡ് സ്റ്റോറോ നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല. ആകെ 2 നമുക്ക് ഇന്ത്യയിലുള്ളൂ. അപ്പോൾ അവിടെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ ഇത് ഇമാജിൻ എന്നൊക്കെ പറഞ്ഞ കുറേ ഏജൻസികളാണ്. അപ്പോൾ അവരവിടെ നിന്ന് വാങ്ങിച്ച ഫോണാണെങ്കിൽ അവർ പിന്നെയും സപ്പോർട്ട് തരും, അല്ലെങ്കിൽ ഒരു പണിയാക്കാൻ പറയും, കാശ് കൊടുത്താലേ ഉള്ളൂ. അത് മാത്രമല്ല നമ്മൾ ഇത് ചെക്ക് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ ഒരു 2500 ആപ്പിളിന് കൊടുക്കണം. സാംസങ്ങിനാണെങ്കിൽ 250 രൂപ എന്നുണ്ട്. അപ്പോൾ മറ്റേത് അവർ ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് പറയാൻ പോകുന്നതാണ് നിങ്ങളുടെ ഈ നമ്മുടെ ഡിസ്പ്ലേ കാശ് അടച്ചു കഴിഞ്ഞാൽ മാറ്റിത്തരാം, അല്ലെങ്കിൽ ആ 2500 പോയി കിട്ടി. അപ്പോൾ ഇതാണ് അവസ്ഥ. മാറ്റിത്തരാമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവർ വോച്ചറാക്കി തരാം, അങ്ങനെയൊക്കെ കുറച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിലവർക്ക്, എല്ലാവർക്കും ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ, ചിലവർക്ക് അതൊരു വോച്ചറായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതാണ് അവസ്ഥ. നിങ്ങളെന്ന് വെച്ചാൽ മെജോറിറ്റി ആൾക്കാരും ഇപ്പോൾ മിക്കതും ഐഫോൺ എടുത്തേക്കുന്നത് ഫ്ലിപ്കാർട്ട് ത്രൂ ഒക്കെ ആയിരിക്കും, ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ ത്രൂ ഒക്കെ ആയിരിക്കും. ആ സാധനമൊക്കെ കൊണ്ട് നിങ്ങൾ ഇമാജിനിൽ അതുപോലെ തന്നെ ഇതുപോലത്തെ ആ കടയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പണിയാക്കാൻ പറയും. എന്നുവെച്ചാൽ ഇത് ഒരു ഓതറൈസ് നമ്മുടെ ഓതറൈസ് സർവീസ് സെൻറ്റർ ഓതറൈസ് സ്റ്റോറൊന്നുമല്ല ആപ്പിളിൻ്റെ, എല്ലാം ഇതുപോലെ ഏജൻസികളാണ്. അപ്പോൾ അവരുടെ നിന്ന് വാങ്ങിച്ച ബില്ലൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കുന്നു. അത് ഞാൻ അത് ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ എൻ്റെ ഈ iPhone 15 എടുത്തേക്കുന്നത് ഞാൻ സ്റ്റോറിൽ നിന്ന് എടുത്തേക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾ 13 എടുത്തേക്കലും നമ്മൾ ഇതുപോലെ 30 സ്റ്റോറിൽ നിന്ന് എടുത്തായിരുന്നു. അതുപോലെ എനിക്ക് വൈറ്റ് സ്ക്രീൻ ഇഷ്യൂ വന്നു അപ്ഡേറ്റിന് ശേഷം ഡയറക്റ്റ് ഞാൻ അവിടെ കൊണ്ടുപോയി കുറച്ച് ലീഗലി കുറച്ച് മൂവ് ചെയ്യേണ്ട ലാസ്റ്റ് അവർ അതിൻ്റെ വാല്യൂ ബാക്ക് എനിക്ക് തന്നു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഡിവൈസ് എടുത്തത്. അതെന്ന് വെച്ചാൽ അത് അല്ലാണ്ട് രക്ഷയില്ല നമുക്ക്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ വിട്ടു കൊടുത്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ കാശ് പോകും, അത്രേ ഉള്ളൂ. വേറെ അതാണ് മെയിൻ ലാസ്റ്റ് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ കാശ് പോകും, നമ്മളെന്തൊരു വേറെ ഫോണിൽ പോയി കഴിഞ്ഞാൽ ഇത് തന്നെ അവസ്ഥ. ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എക്സെപ്റ്റ് നിങ്ങൾ OnePlusന്റെ 13 സീരീസ് എടുക്കുകയാണെങ്കിൽ, അതായത് ലെഫ്റ്റ് ടെമ്പറി വാറന്റി, അതിനും അവർ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ചിലപ്പോൾ ടെൻറ്റോ ചിലപ്പോൾ മരിച്ചിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ അതിനൊരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ വേറെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് എന്തെങ്കിലും ഒരു ടെക്നോളജി പേരുണ്ട്, ഞാൻ പേര് പറഞ്ഞു. അതുമായി ഡിസ്പ്ലേമേക്ക് എഫക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഇപ്പോൾ ഇതുപോലെ ഇഷ്യൂസ്, വോൾട്ടേജ് ഇഷ്യൂസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഡിസ്പ്ലേമേക്ക് ഒന്നും വരാണ്ടിരിക്കാനുള്ള ഒരു എക്സ്ട്രാ ലെയർ കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊരു എക്സ്ട്രാ ഒരു ടെക്നോളജി അവരും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആപ്പിളോ സാംസങ്ങോ വേറെ ഒറ്റ ബ്രാൻഡ് ഇതിൻ്റെ കൺസേൺ ഒന്ന് എന്താ പറയുക എസ്കലേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചോ ഒരു സംഭവം വന്നിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ചാൽ തന്നെ നടക്കുള്ളൂ. അതായത് നമ്മൾ വിചാരിച്ചാൽ എല്ലാവരും വിചാരിക്കണം, ഇത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന എല്ലാവരും വിചാരിക്കണം, എന്നാലും നന്നാവുള്ളൂ, അല്ലെങ്കിൽ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇതേപോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ കൺസ്യൂമർ കോർട്ടിൽ ഫയൽ ആവുന്നത് 2% വരെയാണ്. ആകെ 100%-ൽ 2% ആൾക്കാർ മാത്രമാണ് കൺസ്യൂമർ കോർട്ടിൽ മൂവ് ചെയ്യുന്നത്. അവർക്ക് അതിനനുസരിച്ച് അതിനിപ്പോൾ എന്താ പറയുക കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ 2%. പക്ഷേ 2% എന്ന് വരുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ കമ്പനികൾക്ക് നോക്കുമ്പോൾ അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അവർക്ക് നഷ്ടമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്തെങ്കിലും ഇതുപോലെ നമുക്കൊരു ആമസോൺ ഡെലിവറി ഉണ്ട്, ഒരു മിനിറ്റ്. അപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ ഇതിന് ലീഗലി മൂവ് ചെയ്യാന്നല്ലാണ്ട് വേറെ രക്ഷകളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ പറയാനാണ് ഞാൻ വന്നത്. വെച്ചാൽ കുറേ കമൻസ് നമുക്കിപ്പോൾ വരുന്നു. ഞാനത് ആക്ച്വലി നമ്മുടെ 3ാമത്തെ ചാനൽ ടെക്കിൻ്റെ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയത്, കാണാത്തൊരു പോയി സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്നും മറക്കണ്ട. GHH വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിൽ നമ്മൾ ഫുൾ ടെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇതിൻ്റെ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ, അടുത്ത വീഡിയോ കാണാം.